ക്യാമറ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് മഴ തീർന്നു കഴിഞ്ഞാണ് വീണ തുടങ്ങിയത്. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിലുള്ള പപ്പായ. നല്ല പപ്പായാണ് കേട്ടോ, നല്ല വലിയ പപ്പായാണ്. കുറേ കിട്ടിയിട്ടുണ്ട്. ഈ പപ്പായ പിടിച്ച സമയത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമൊക്കെയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ തെങ്ങ്, ചുവന്ന തെങ്ങ് കണ്ടോ, ഭയങ്കര രസമാണ് ഇത് പിടിച്ച് കിടക്കുന്നത് കാണാൻ. കരിക്കിനൊക്കെ നല്ല വെള്ളമുണ്ട്, നല്ല മധുരമുള്ള കരിക്കാണ്. ഇഷ്ടംപോലെ പിടിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നൊന്നും അത് ഇതായി പോകില്ല തെങ്ങ്. പിന്നെ ഇതിൻ്റെ കൂമ്പ് ചെറുതായിട്ട് ഒടിഞ്ഞ് കിടപ്പുണ്ട്, അത് പക്ഷെ മാറും. പിന്നെ ഇതാണ് ഞങ്ങളുടെ കറ്റാർ വാഴ, വീട്ടിലുള്ള കറ്റാർ വാഴ. പല പല ഉപയോഗമാണ് കറ്റാർ വാഴ ഉണ്ടറിയാമല്ലോ. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കറ്റാർ വാഴ. വീട്ടിലിത് എണ്ണ കാച്ചാനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ളതാണ് 4 മണിപ്പൂ, അതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് അതിനകത്ത് കാണുന്നത് കേട്ടോ. ഞാനല്ല വെച്ചത്, അമ്മയാണ്. 4 മണിപ്പൂ കൂടി ഒന്നിച്ചാണ്, അത് രണ്ടും കൂടി ഒന്നിച്ചാണ് ചട്ടിയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഒരു ചെമ്പരത്തി ഉണ്ട്, ഒറ്റ ചെമ്പരത്തി ഇപ്പോൾ പിടിച്ചിട്ടുള്ള, പക്ഷെ നല്ല ഭംഗിയാണ് അത് കാണാൻ. ദൂരെ നോക്കിയാൽ തന്നെ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഈ കാണുന്ന ചെടിയാണ് വെള്ള മന്ദാരം. അതിൻ്റെ കൂടെ ഉള്ളതാണ് നീല ശംഖുപുഷ്പം. ഇത് ഇഷ്ടംപോലെ പൂ പിടിക്കും കേട്ടോ. ഈ ശംഖുപുഷ്പം കണ്ടോ, ഇഷ്ടംപോലെ പൂവുണ്ട് ഇതിനകത്ത്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അറിയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് നമുക്ക് ഇത് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ട്. പിന്നെ ഈ മന്ദാരത്തിൻ്റെ പൂ നല്ല ഭംഗിയാണ്. മന്ദാരവട്ടത്തിൻ്റെ പൂവുണ്ട്, എന്ത് ഭംഗിയാണ് നോക്കാൻ. അതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് അതിന്. വെള്ള മന്ദാരം ശരിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം പൂ പിടിക്കുന്നുണ്ട്. അതിന് ഇഷ്ടംപോലെ തൈകളും ഉണ്ട്. പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ പുളിയില്ലേ, പുളി, കറുത്ത പുളി. ഇതിങ്ങനെ കുറ്റിയായിട്ട് വളരുവാണ്. പിന്നെ ഇതാണ് ഇത് നമ്മുടെ എരിക്കിൻ്റെ പൂ. ഇത് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന പൂവാണ് എരിക്കിൻ്റെത്. ഇഷ്ടംപോലെ പൂ പിടിക്കും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആത്തച്ചക്ക, വീട്ടിലുള്ളതാണ് ആത്തച്ചക്ക. അതിൻ്റെ ചെറിയ ചെടിയാണ്. അതിൻ്റെ വലിയ ചെടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, അത് ഉണങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ ചെറിയ ചെടിയാണ് വന്നത്. ഇത് ചെമ്പകം, ചുമന്ന ചെമ്പകം. നല്ല രസം, നല്ല മണമാണ്, നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ പൂ. പിന്നെ നമ്മൾ നെല്ലിമരം വെച്ചിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അതിപ്പോൾ കായ്ക്കാറായിട്ടുണ്ട്. നല്ല ഇതായിട്ട് തന്നെയാണ് വളരുന്നത്. ഉടനെ തന്നെ അത് കായ്ക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 4-5 വർഷമായിട്ടുണ്ട് വെച്ചിട്ട്. അപ്പം കായ്ക്കേണ്ട സമയമൊക്കെ ആയി വരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മാതളം. ഇതാണ് മാതളം. ഇതിൻ്റെ വലിയ ചെടി ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. കുറേ പിടിച്ചിട്ട് അത് ഉണങ്ങിപ്പോയി. ഇപ്പോൾ പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ച് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ചേന നട്ടിട്ടുണ്ട്. ചേന ഇടയ്ക്കിങ്ങനെ കിട്ടും നമുക്ക്, വീണ്ടും ചേന വളരും. അങ്ങനെ ചേന ഒരു പ്രാവശ്യം വെച്ചതാണ്, അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ തുളസിയൊക്കെ നിൽപ്പുണ്ട് ചേന അടുത്ത് തന്നെ. ചേന പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വെറ്റില ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ചൂട് സമയത്ത് കുറേ കുറഞ്ഞതാണ്, പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇല അങ്ങനെ വലുതാകത്തില്ല, ചെറിയ ഇലയാണ്. പക്ഷെ നല്ല മണമാണ്. അത് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സുഗന്ധമുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇത് നമുക്ക് വിഷത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിനകത്തൊരു നീരുണ്ടാകും. നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. പിന്നെ ഇത് ചേമ്പ്. ഇതാണ് ചേമ്പും ഒരെണ്ണം ഇവിടെ ഇപ്പം നിൽപ്പുള്ളൂ. പക്ഷേ അത് ഇപ്പം കുറേ ഉണ്ടായിരുന്നു, അതിപ്പം ഒരെണ്ണേ ഉള്ളൂ. ഇതാണ് പേരമരം. ഇതിങ്ങനെ പടർന്ന് വരത്തുള്ളൂ പേര, പക്ഷേ ഇഷ്ടംപോലെ പേര് പിടിക്കും കേട്ടോ. കുറേ അധികം ഉണ്ട് പേര, കുറേ 3-4-5 പേരുണ്ട്. എല്ലാത്തിനകത്തും പേരൊക്കെ പിടിക്കുന്നതാണ്. ഇങ്ങനെ പടർന്നാണ് നിൽക്കുന്നത്. ഇത് നന്നായിട്ട് പേരയ്ക്ക പിടിക്കാറുണ്ട്. പിന്നെ തുളസി അത്യാവശ്യമാണല്ലോ നമ്മുടെ വീടുകളിലൊക്കെ. തുളസി എല്ലാത്തിനും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇല പറിച്ച് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതാണ് സപ്പോട്ട മരം. ഇതിങ്ങനെ പടർന്ന് നിൽക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് കാ പിടിക്കുന്നുണ്ട്, ചെറിയ കാ പിടിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്, കാ പിടിക്കും. പക്ഷേ ഇതൊരു വലിയ കായ ആയിട്ടില്ല. ഇപ്പോൾ 1 വർഷമായിട്ട് പിടിക്കുന്നുണ്ട്, പക്ഷേ വലിയ കായായിട്ടില്ല. ചിലപ്പോൾ ഈ പ്രാവശ്യം കിട്ടുമെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ശരിക്കും അത് കായ്ച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിനകത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ചെത്തിയാണ്, ഒരു വലിയ ചെത്തി ഉണ്ടായിരുന്നു. അതും ഉണങ്ങി. പിന്നെ ഇപ്പം പുതിയ ചെത്തി വെച്ച് പിടിപ്പിക്കുകയാണ്. പൂ പിടിച്ചിട്ടില്ല, പൂ പിടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ചെത്തിയാണ്. അത് എങ്ങനെ ഉണങ്ങിയെന്നറിയില്ല. നല്ല ഭംഗിയായിട്ട് പൂ പിടിച്ചുകൊണ്ട്, നല്ല ചുവപ്പ് കളറായിരുന്നു ചെത്തിയുടെ പൂ. പിന്നെ ഇതൊക്കെയുണ്ട്, റോസയുണ്ട്, ഇതുണ്ട്, റോസച്ചെടി. ഇത് റോസച്ചെടി.
പിന്നെ അറിയാലോ എല്ലാവർക്കും വാഴ നമ്മുടെ വീടുകളിൽ അത്യാവശ്യമാണല്ലോ. കേരളത്തിൽ വാഴയില്ലാത്ത വീടുകളില്ല. വാഴ ഇഷ്ടം പോലെ ഉണ്ട്.